ആ ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ അവരുടെ ഈ സന്ദേശം എത്തിക്കാനുമായാണ് ഈ നമ്മുടെ യാത്ര. നഗരസഭ പോലെ പ്രദേശങ്ങളിൽ സപ്ലൈകോയിൽ തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ സപ്ലൈകോയുടെ നിലവാരമെന്നാണ്. സപ്ലൈകോ എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുമാർക്കറ്റിൽ കിട്ടുന്ന അതിനൊക്കെ ചില മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. പൊതുമാർക്കറ്റിൽ കിട്ടുന്ന അതേ സാധന വിലയാണ് അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് സാധാരണക്കാർ ഈ വിലക്കയറ്റ കാലത്ത് ബഹുഭൂരിഷം വരുന്ന സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് ആയ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ഈ സപ്ലൈകോ ഇന്ന് അതെല്ലാം മറന്ന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സംസ്ഥാന തലത്തിൽ വാടക കൊടുത്താണ്, ഭീമ വാടക കൊടുത്ത കുറെ ജീവനക്കാരെ സംരക്ഷിക്കാൻ മാത്രമായി മാറിയ ഒരു സ്ഥാപനം മാറിയിരിക്കുകയാണ് സപ്ലൈകോ. അതിനെതിരെ ജനങ്ങളുടെ അനുദിന ജീവിത ആവശ്യങ്ങളായ ആ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി നേതൃത്വത്തിൽ ഇന്ന് ധർണാ സമരം നടത്തുന്നത്. ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തെ അവതരിപ്പിച്ച ബഡ്ജറ്റില്ലെങ്കിലും സബ്സിഡി സാധനങ്ങൾക്ക് ആവശ്യമായ തുക മാറ്റിവെക്കുമെന്ന് കേരളത്തിലെ സാധാരണ ബഹുജനങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഓരോ വർഷം വരുന്ന ബഹുജനങ്ങളെ മറന്നുകൊണ്ട് ഒരു രൂപ പോലും ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനോ തുക കൊടുക്കാനോ അത് സബ്സിഡി സാധനങ്ങൾക്കായി മാറ്റിവെക്കാനോ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരെ അത് ശക്തമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഇവിടെ നടത്തുന്നത്. ഈ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കാലം 10-65 വർഷമായി കേരളം ഭരിക്കുന്ന UDP LDP എന്ന പായലും പിടിച്ച് പൂപ്പലും പിടിച്ച് കിടക്കുന്ന പായിലവിടെ പൂപ്പലവിടെ എന്ന് പറഞ്ഞ ഈ ഇവരുടെ മാനസിക രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഉണർന്ന പുതിയൊരു മുന്നേറ്റത്തിനായി ജനങ്ങൾ ഉണരേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ ഒന്നിനൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര ദുരിതങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആയതിനാൽ നമ്മളെ എല്ലാ സാധാരണ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി രാഷ്ട്രീയ അടിമത്തത്തിൽ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം അതുമായി ചൂഷണം ചെയ്തുകൊണ്ട് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അങ്ങേറ്റം ശ്രമിക്കുമ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അത്ര ഗതികേടിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ എത്തി നിൽക്കുക. ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ പാതയിൽ നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഓരോ ദിവസവും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ അനവധി സാധാരണക്കാർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. പലരും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. സർക്കാരിന്റെ നാമമാത്രമായ 1600 രൂപ പെൻഷൻ പോലും 4-5 മാസം കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കണ്ടു കാണും. ഒരു സാധാരണക്കാരൻ ആത്മഹത്യ ചെയ്ത ഒരു ഭിന്നശേഷിക്കാരനായ ആള് ആത്മഹത്യ ചെയ്യുന്നു, കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ എത്രയോ പേര് ജീവിക്കാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ നമുക്ക് ഇന്ന് ശക്തമായി പ്രതികരിക്കേണ്ടത്. നിങ്ങൾ മാറണം. മാറിയില്ലെങ്കിലോ നമ്മൾ ഓരോ ദിവസവും ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടിൽ എത്തി നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി പാലാ ഇവിടെ ശക്തമായ പ്രചരണ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഈ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനായി ജോണിച്ചൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു.